പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ച എൻ്റെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകരോടും ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. മലയാളി പ്രേക്ഷകരോ ഒലക്ക തോന്നുന്നുണ്ടോ മലയാളി പ്രേക്ഷകർ വോട്ട് ചെയ്തിട്ടാണ് ജയിച്ചതെന്ന്? PR-ന്റെ ഒറ്റബലത്തിൽ ജയിച്ച ഒരു കണ്ടസ്റ്റന്റ്. അതായത് കഴിഞ്ഞ സീസണിൽ ജിൻഡോനേക്കാളും എത്രയോ വേസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ്. സത്യം പറഞ്ഞാൽ ഇതോടുകൂടി ബിഗ് ബോസ് എന്നൊരു ഷോ പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിഗ് ബോസിൽ കപ്പടിക്കാം എന്നുള്ള രീതിയിലേക്ക് എത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു സ്വന്തം വ്യക്തിത്വം അല്ലെങ്കിൽ ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം ഒന്നുമല്ല ഈ അനുമോൾ എന്ന് പറഞ്ഞ സാധനത്തിനുണ്ടായത്. എന്നിട്ടും ഫുൾ സദാചാരം, ആൾക്കാരുടെ ലൈഫ് വെച്ചിട്ടുള്ള കളി, അങ്ങനെയുള്ള ടോക്ക്, ഫുൾ കരച്ചിൽ. സോ ഇതൊക്കെ കളിച്ചിട്ടും അനുമോൾ കപ്പെടുത്തിട്ടുണ്ടെങ്കിൽ ഈ അനുമോളിൻ്റെ ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ വരുന്ന കുറേ കമൻറ്റ്സ് നിങ്ങൾ നോക്കിക്കോ. ഒരു മലയാളി പ്രേക്ഷകർ പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് അനുമോൾ കപ്പെടുത്തു. ഒരാൾ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ലടേ. കാരണം PR, നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിഗ് ബോസിൽ കപ്പെടുക്കാം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതോടുകൂടി മനസ്സിലായി മലയാളി പ്രേക്ഷകർ ഒലക്കയുടെ മൂഡ്. പൈസ ഉണ്ടോ കപ്പെടുക്കുക, സുഖമായിട്ട് കപ്പെടുക്കുക ബിഗ് ബോസിൽ. ഇതോടുകൂടി ബിഗ് ബോസിൻ്റെ ആ ഒരു നിലവാരം എത്രത്തോളം ഉണ്ടോ നല്ലപോലെ മനസ്സിലായി. ഇതൊരു പക്ഷേ എൻ്റെ മാത്രം ഒപ്പീനിയൻ ആവത്തില്ല. ഈ ബിഗ് ബോസ് കണ്ടിട്ടുള്ള, അതായത് മുഴുവനായിട്ട് കണ്ടിട്ടുള്ള എല്ലാവരും ഒരിക്കലും അനുമോൾ കപ്പെടുക്കാൻ ഡിസേർവിങ് ആണെന്ന് പറയത്തില്ല. വേറെ ആരെടുത്താലും കുഴപ്പമില്ല. പക്ഷെ അനുമോൾ, അതും എൻ്റെ ഒരു സദാചാരം, ഫുഡ്, ഇതല്ലാതെ വേറൊരു സാധനം ചെയ്തിട്ടില്ല. എന്നിട്ട് കപ്പെടുത്ത് അവസ്ഥ നോക്കണേ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ബിഗ് ബോസ് 7. നല്ല 7ൻ്റെ പണി. ശരിക്കും ഇവിടെ ജനങ്ങളുടെ വോട്ടല്ല ജയിച്ചത്, PR-ന്റെ വോട്ട്. ഇനിയിപ്പോൾ അടുത്ത സീസൺ മുതൽ നോക്കിക്കോ, എല്ലാവരും PR-ന് മാക്സിമം പൈസ കൊടുത്തിട്ട് പല രീതിയിലുള്ള PR ഇനി പൊങ്ങി വരും. കാരണം അവർക്ക് നല്ല രീതിയിൽ ഡിമാൻഡ് ആയല്ലോ ഇനി തൊട്ട്. കയ്യിൽ പൈസയും നല്ല PR ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിഗ് ബോസ് കപ്പും കൂളായിട്ട് കിട്ടുമെന്ന് ഇതോടുകൂടി തീരുമാനമായി.